ടു ഫാഷൻസ് ഡെലിക്കസീസ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡ്. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഞാൻ ഇന്നൊരു ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പുലാവിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടെന്ന് നോക്കാം. ചിക്കൻ ബ്രസ്റ്റ് 1/2 kg സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒണിയൻ 2 എണ്ണം, ടൊമാറ്റോ ഒരു വലുത്, ജിഞ്ചർ ഗ്രീൻ ചില്ലി ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടീസ്പൂൺ മാരിനേഷന് വേണ്ടിയിട്ട്, ടർമറിക് പൗഡർ 1/2 ടീസ്പൂൺ മാരിനേഷന് വേണ്ടിയിട്ട്, കൊറിയാൻഡർ പൗഡർ 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, ഷുഗർ ഒരു പിഞ്ച് എടുത്തിട്ടുണ്ട്, സോൾട്ട് 1/2 ടീസ്പൂൺ മാരിനേഷന് വേണ്ടിയിട്ടും 1/4 ടീസ്പൂൺ കറിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്, കാഷ്യൂനട്ട് ഞാൻ 8 കാഷ്യൂനട്ട് കുതിർത്ത് ഞാൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്, വെള്ളം 1.5 കപ്പ്, കസ്തൂരി മേത്തിയും മല്ലിയിലയും ആവശ്യത്തിന്, ബട്ടർ 2 ക്യൂബ്. ഇനി മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു ബൗളിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. കൂടെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചിക്കൻ പീസസും കൂടെ ഇട്ട് നല്ലതുപോലെ മസാലയിൽ പുരട്ടിയെടുക്കാം. ഇനി മസാല പുരട്ടിയ ചിക്കനെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഹാഫ് കുക്ക് ആയാൽ മതി. ബാക്കി ചിക്കൻ ഗ്രേവിയിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് വരും. അതുകൊണ്ട് ഹാഫ് കുക്കാക്കി എടുത്താൽ മാത്രം മതി. ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് പാനിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഗ്രേവി ഉണ്ടാക്കാനാണ് പോകുന്നത്. ഞാൻ ആ സെയിം പാനിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതിൽ നിന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ ഓണിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഈ ടൊമാറ്റോയും ഒണിയനും ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. അതിനെ ഒരു പാനിൽ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ആ ഗ്രേവി പാനിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കണം. കൂടെ ഞാൻ കുറച്ച് വെള്ളം ആ മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കാരണം ഇത് പൊട്ടിത്തെറിക്കാണ്ട് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ ഗ്രേവി നല്ലപോലെ തിക്കായി വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ വേറെ മസാല പൗഡേഴ്സ് ഒന്നും ഗ്രേവിയിലേക്ക് ഇടുന്നില്ല. കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ കുറച്ച് നോർമൽ ചില്ലി പൗഡർ മാത്രം ഇട്ടാൽ മതി. ഇപ്പം ഞാൻ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക്. ഒന്ന് ഗ്രേവി ആയിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഗ്രേവി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്തൊന്ന് ഇളക്കി വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി വയ്ക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം.
ഗ്രേവി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഗ്രേവിയിലേക്ക്. ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് പേസ്റ്റാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിക്കാക്കി അരച്ച പേസ്റ്റാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഇനി ഒരു നുള്ള് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് തുറന്ന് നോക്കാം. ബട്ടർ ചിക്കൻ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളോട് ചേർക്കാനായിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില ചേർക്കുകയാണ്. കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നല്ലപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർക്കാം. ലാസ്റ്റായിട്ട് ഇനി ബട്ടറും കൂടി ഇട്ടാൽ ബട്ടർ ചിക്കൻ റെഡിയാവും. രണ്ട് ക്യൂബ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഇളക്കി കൊടുക്കണ്ട, താനെ ബട്ടർ ഗ്രേവിയിലോട്ട് മെൽറ്റായി ഇറങ്ങിക്കോളും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാനായിട്ട് തുടങ്ങാം. ബട്ടർ ചിക്കൻ പുലാവിൻ്റെ കൂടെയോ ചപ്പാത്തി അല്ലെങ്കിൽ കേരള പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. എല്ലാവർക്കും ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ആയി പറയുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.